അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പള്ളിയിൽ ഈത്തികാഫ് എന്ന ഈത്തികാഫിൻ്റെ നിയത്തോടു കൂടി നമ്മൾ നിർവഹിച്ചിട്ടുള്ള നിസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു തആല നമ്മുടെ നന്മയുടെ ഏടിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം സ്വകാര്യം പറയാനുള്ളത്, ഇന്ന് ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ് ഇപ്രാവശ്യം. ചില മഹാന്മാരുടെ ചില രഹസ്യങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് ഈ കൊല്ലത്തിൽ ഇന്നൊക്കെയുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത്രയും ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് പടച്ചവൻ്റെ കയ്യല്ലേ. അതുകൊണ്ട് ആ ഒരു ജാഗ്രത ഇന്നെല്ലാവരും പുലർത്തണം എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിൽ ഒരു 100 ആയത്ത് ഓതിയിട്ട് ആൾക്ക് നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ അതും വല്ലാത്തൊരു കിട്ടലായിരിക്കും. 100 ആയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന ഭാഗങ്ങളൊക്കെ ഓതിയാൽ മതി. പിന്നെ ആവർത്തിച്ച് ഓതാം, യാസീൻ ഓതാം, പിന്നെ അറിയുന്ന സുഹൃത്തുക്കൾ ഓതാം, പിന്നെ ഓതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ പറഞ്ഞു വസീല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ വസീലയെ കണ്ടെത്തുക തന്നെ വേണം, വസീലയെ തേടി പിടിക്കണം. വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മാർഗമെന്നാണ്. അത് ഇബാദാത്തുകൾ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. എന്നിട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ, നാഫിലത്തായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ അത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെയും ആ കാര്യം പറയണ്ടായി. അതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്. ഈ വസീലക്ക് വേറെ കുറേ സംഗതികൾ പറയുന്നുണ്ട്. വസീല ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു സൂഫി ധാരയിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ സൂഫിസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂഫിസം ഇസ്ലാമിലുണ്ടോ, ഇസ്ലാമിലില്ലേ? എന്നോട് ചോദിച്ചാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുമാണ് ഞാൻ മറുപടി പറയുക. യഥാർത്ഥത്തിൽ ഈ സൂഫി എന്ന് പറയുന്ന പ്രയോഗമൊക്കെ പിന്നീടുണ്ടായതാണ്. സൂഫീസം എന്നൊക്കെ പിന്നീടുണ്ടായ പ്രയോഗമാണ്. പക്ഷേ ആ ഒരു എന്താണോ അതുകൊണ്ടുള്ളൊരു ഉള്ളടക്കം, കണ്ടൻറ്റ്, അത് ഇസ്ലാമിലുള്ളതാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഇല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കാണുന്ന സൂഫിസം, ലോകത്ത് കാണുന്ന സൂഫിസം തട്ടിപ്പാണ്. അതിലിഞ്ഞ് നല്ല താരങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ കാണുന്ന എൻ്റെ ഒക്കെ ഒരു അനുഭവത്തിൽ കാണുന്ന ഈ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട്, സൂഫിസവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പല്ലാത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു അഅലം, നമുക്ക് അത്രേ പറയാൻ പറ്റും. നമുക്ക് എല്ലാം അറിയുന്ന ആളുകളൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആളുകളുമായിട്ടുള്ള ബന്ധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വസീല എന്നുകൊണ്ട് അള്ളാഹുലേക്കുള്ളൊരു മാർഗം എന്നുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന നല്ല ഗുരുനാഥന്മാരാണ്. നല്ല ഗുരുനാഥന്മാർ, അതിന് അറബിയിൽ പറയുന്ന വാക്കാണ് ഷെയ്ഖുൻ മുറബ്ബി, മുറബ്ബിയായ ഷെയ്ഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം മുറബ്ബിയായ ഷെയ്ഖായിരുന്നു. ഞാൻ പറഞ്ഞു, ആ ഒരു തസവ്വുഫ് എന്ന വാക്ക് ഗസാലി ഇമാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മൻ തഫക്കഹ വലം തസവ്വഫ ഫഖദ് തഫസ്സക. ഒരാൾ ഫിഖ്ഹൊക്കെ പഠിച്ചു, കർമ്മശാസ്ത്രം നന്നായി പഠിച്ചു, അയാൾ തസവ്വുഫ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അയാൾ ഫാസിക്കായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. അതേ സ്ഥാനത്ത് വമൻ തസവ്വഫ, ഒരാൾ തസവ്വുഫ്, സൂഫീസത്തിൽ നിന്നുണ്ടായ വാക്കാണ് തസവ്വുഫ് പഠിക്കുകയും വലം തഫക്കഹ, അയാൾക്ക് ഫിഖ്ഹൊന്നുമില്ല, ഫിഖ്ഹിനെ കുറിച്ചൊരു ധാരണയുമില്ലെങ്കിൽ ഫഖദ് തസന്തക, അയാളും അപകടത്തിലാണ്. ഈ വാക്കുകളോട് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ അടുത്തൊരു സമ്മേളനത്തിൽ ഒരു തങ്ങൾ ഇത് വായിച്ചപ്പോൾ തെറ്റിപ്പോയി. ഞാൻ ഈ പറഞ്ഞ ഈ അറബി ഒരു തങ്ങൾ വായിച്ചപ്പോൾ ആകെ തെറ്റിപ്പോയി. എന്നിട്ട് അദ്ദേഹത്തെ വല്ലാതെ ട്രോളിരുന്ന് പലരും.
യഥാർത്ഥത്തിൽ ആ തങ്ങൾ പിന്നെ അദ്ദേഹം ആലിമല്ല എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു അല്ല, എനിക്കറിയില്ല, അല്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം ആലിമല്ലാതിരുന്നിട്ടും ആലിമ്യങ്ങളെക്കാൾ നല്ല ബോധമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ആലിമാകാതിരുന്നാൽ നന്നായിന്നാ. ആലിമ്യങ്ങളെ പോലെയാണ് ഈ കാണുന്നത്. സമുദായത്തിൽ എന്ത് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, ഒരു ബോധവുമില്ലാത്ത കുറേ ആലിമ്യങ്ങൾ ഉണ്ടാവണേക്കാളും നല്ലത് ആലിമല്ലാത്ത ഇങ്ങനത്തെ നേതാക്കന്മാരുണ്ടാവില്ല. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ ഒരു വാക്കാണിത്. ഞാനീ പറഞ്ഞ ഈ അറബി ലഫ്ലാണ് അവിടെ വായിച്ചപ്പോൾ ആ തെറ്റിപ്പോയത്. ഇത് ഗസാലി ഇമാം പറഞ്ഞതാണ്. ഗസാലി ഇമാം എന്ന് പറഞ്ഞാൽ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിൻ്റെ പ്രമാണം എന്നാണ് മുസ്ലിം ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ആ ഗസാലി ഇമാമിൻ്റെ വാക്കാണ് ഞാൻ ഉദ്ധരിച്ചത്. അപ്പോൾ അത്രയും പിന്നെ എന്താ പറയുക, തസവുഫ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ശരിക്കുള്ള നമ്മെ നയിക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഏതൊരു മേഖലയിലും നമ്മളൊരു പഠനം നടത്തുകയാണെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? അയാൾക്കൊരു ട്രെയിനർ വേണ്ടേ? ഏത് മേഖലയും എടുത്ത് നോക്കിക്കോ. ഒരാൾ ഒരു PhD ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും അണ്ടറിലായിരിക്കില്ല PhD ചെയ്യുക. അപ്പോൾ പിന്നെ ആത്മീയമായ ഗുരുക്കൾ യഥാർത്ഥത്തിൽ ആവശ്യമല്ലേ? ഇന്ന് അങ്ങനെ ഗുരുക്കൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്, ഒരുപാട് അതിനുവേണ്ടി കറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടില്ല എൻ്റെ അറിവിൽ. കാരണം പഴയ കാലത്തൊക്കെ ആത്മീയമായ ഗുരുക്കളെ അന്വേഷിച്ച് നടന്നാൽ ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് കണ്ടാൽ പഴയ ആളുകൾ അംഗീകരിക്കില്ല. മഹാന്മാരുടെ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഒരു ഷേഖ് മറ്റൊരു ഷേഖിനെ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുപ്പി. കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല, കറാഹത്താണ്. കിബിലയുടെ ഭാഗത്ത് തുപ്പാൻ പാടില്ല. അതൊരു നല്ല മനുഷ്യരിൽ നിന്ന് സംഭവിച്ചാൽ അയാളൊരു ഷെയ്ഖായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലോ ഞാൻ കള്ളത്തൊരീക്കത്ത് എന്നൊക്കെ പറയാൻ കാരണം കള്ള് കുടിച്ചാലും ഷെയ്ഖ് തന്നെയാണ്. ബീഡി സിഗരറ്റൊക്കെ കഞ്ചാവ് വലിച്ചാൽ പോലും ഷെയ്ഖ് തന്നെയാണ്. എൻ്റെ നാട്ടിലൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. ആ ഷെയ്ഖ് എപ്പോഴും ഈശോ സ്തുതിയായിരിക്കട്ടെ എന്നിട്ട് നടക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് മൂപ്പരെ. ഇപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ ജാറത്തിൽ, ഭയങ്കര തിരക്ക്, ഒരൊറ്റ അകത്ത് നിസ്കരിക്കുകയില്ല. ഇങ്ങനൊക്കെ എന്താ പറയുക, എന്തെങ്കിലും അത്ഭുതം കണ്ടുണ്ടാവുമല്ലോ. വരുമാനമാണല്ലോ ഇതൊക്കെ. മഹാന്മാരുടെ ഖബറിൻ്റെ അടുത്തൊക്കെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവരതിന് ഉത്തരവാദിയല്ല. അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ അതിൽ നിന്ന് കാത്തു അല്ലാഹു തആല. റസൂലിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടല്ല അവിടെ ഈ തോന്നിയാസങ്ങളൊന്നും നടക്കാത്തത്. ഒരാൾ കേരളത്തിൽ നിന്ന് ഉംറക്ക് പോയത്ര ആദ്യമായിട്ടാണ് ഉംറക്ക് പോണത്. മൂപ്പർക്ക് ജോലി എന്താ? ഈ ജാറത്തിൽ കൊടിയെടുത്ത് ഉയ്യ വരുന്ന ആളുകളൊക്കെ ഉയിഞ്ഞെടുക്കല. മൂപ്പര് റസൂലിൻ്റെ റൗദയുടെ അടുത്ത് എത്തിയപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് പറഞ്ഞത്ര, റബ്ബുല്ലാലമിനായ തമ്പുരാൻ എത്ര കോടി ഉറുപ്പിയുടെ മുതലാണ് ഈ കൊടുക്കുന്നത്. അവർക്കതാണ് വരുമാനമാണ്. അപ്പോൾ അവരുടെ ഖബറുകൾ കേന്ദ്രീകരിച്ച് ഞാൻ പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാർ തന്നെ ഒന്നുണ്ട്. ഇപ്പോൾ ഖാജ മുഈനുദ്ദീൻ ചിസ്തി നമ്മുടെ ഈ ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് മുമ്പുള്ള കാലഘട്ടം പരിശോധിച്ചാൽ അങ്ങനെ മഹാന്മാരാണ് ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തത്. അവരുടെ കുറേ ശിഷ്യന്മാരും ആളുകളൊക്കെ. ഖാജ മുഈനുദ്ദീൻ ചിസ്തിയൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ വിപ്ലവം എന്താ പറയുക, ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള മഹാനാണ്. പക്ഷെ അവിടെ ഖബറിന് നടക്കണേ എന്താ തോന്നിയാസങ്ങളാണ്. അവരതിന് ഉത്തരവാദികളല്ല. ഈസാ നബിയുടെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിനൊന്നും ഈസാ നബി ഉത്തരവാദിയല്ല. മുഹിദ്ദീൻ ഷേഖിൻ്റെ പേരിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിതൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പുറത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. മുസ്ലിം ലോകത്ത് ഗുരുനാഥന്മാരും ഗുരുക്കന്മാരും മുറബിയായ ഷേഖന്മാരും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. സൂഫീസം തസവുഫ് എന്നൊക്കെ പറഞ്ഞ പേര് പിന്നെ വന്നതായിരിക്കാം. ഏതുപോലെ തറാവീഹ് എന്ന പേര് ആദ്യകാലത്തില്ല, അത് പിന്നീടുണ്ടായ പേരാണ്. നമ്മളാരും അത് വിദഗ്ധാന്നും പറയുന്നില്ലല്ലോ. അങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ അള്ളാഹുലേക്ക് അള്ളാഹുലേക്ക് അടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ് ഏറ്റവും വലിയ ഇൽമ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ജീവൻ ഇൽമാണ്. അവിടെ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മഅരിഫത്തു ബില്ലാ, അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പടച്ചോനിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന 4 വർത്തമാനം, പടച്ചോനെ കുറിച്ച് പറഞ്ഞു തരുന്ന 4 വർത്തമാനം, പടച്ചോൻ്റെ സിഫത്തുകളെ പറഞ്ഞു തരുന്ന വർത്തമാനം,
അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന. അങ്ങനെ അടുത്തടുത്ത് അല്ലല്ലാത്ത ഒന്നും എല്ലാത്തിലും അവർക്ക് അള്ളയാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഇതേ ടൈമിലൊക്കെ വല്ലാതെ വൈറലായിട്ട് ഓടിയുന്നൊരു പാട്ടുണ്ടായിരുന്നു, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം. അപ്പം ഞാൻ ഇങ്ങനെ ഈ കുറേ ആളുകൾ, കുറേ കുട്ടിമൗലവിമാരും എന്തോരാളുകളാണ് അതിനെ ശക്തമായി വിമർശിച്ചിരുന്നത്. ഈ ഭ്രാന്ത് ഇസ്ലാമിൽ പറ്റുമോ, ഭ്രാന്തിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇവന്മാർക്ക് ഇത് അറിഞ്ഞിട്ടില്ല. ഒരു കവിത എന്താണെന്നും ഒക്കെ അക്ഷരവായന നടത്തുക. അക്ഷരവായന, ഒരു മലയാളത്തിൽ ഞാനൊരു കവിത പറയാം. ഇതൊക്കെ ഇവർ എങ്ങനെ, ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇവരാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ വെക്കുക? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, നോവുന്ന ആത്മാവിനെ ഞാൻ സ്നേഹിക്കൂല എന്ന് അർത്ഥം പറയില്ലേ? മലയാളം പഠിച്ചവർക്ക് അറിയാം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്. അതാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്നേഹമില്ലാത്ത തത്വശാസ്ത്രത്തെ ഞാൻ സ്നേഹിക്കൂല എന്നാണോ പറഞ്ഞത്? മലയാള അധ്യാപകരുണ്ടെങ്കിൽ അവർക്കറിയാം. മലയാളം പോലും മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം നോളജ് വേണം, ഭാഷാ പാണ്ഡിത്യം വേണം ഒരു കവിത മനസ്സിലാക്കണമെങ്കിൽ. ഇവരൊക്കെ ഖുർആന്റെ ആയത്തുകളെ നേർക്കുനേരെ, ഹദീസുകളെയും നേർക്കുനേരെ അക്ഷരവായന നടത്തിയതിൻ്റെ അപകടം സമുദായം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ നിരീശ്വരവാദികളും അതുപോലെ പിന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളും സംഘപരിവാറും ഒക്കെ എടുത്തിട്ട് ആടുന്നത് ഇവന്മാരെ പോലത്തെ ആളുകൾ പറയുന്ന ചില വർത്തമാനങ്ങളാണ്. ഞാൻ ഈ പാട്ട് പറഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞപ്പോൾ എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ട് ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ നൽകാം. ഭ്രാന്തായാലും എന്ത് സുഖം എന്ന് പറഞ്ഞാൽ കവികളുടെ, ഈ സൂഫികളുടെ ഈ മറ്റേ കവിതകൾക്കൊരു ഭാഷ ഉണ്ട്. അതായത് ഇമ്രുൽ ഖൈസ് നമുക്ക് അറിയില്ല, മജ്നൂൻ, ലൈല മജ്നൂൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. റസൂലിൻ്റെ ഒക്കെ മുമ്പ് ജീവിച്ച കഥാപാത്രമാണ്, ശരിക്കും ഉള്ള ആളുകളാണ് ലൈലയും മജ്നൂനും. മജ്നൂൻ്റെ പേരിൽ ഇമ്രുൽ ഖൈസാണ്. മജ്നൂൻ ലൈലയെ സ്നേഹിച്ച് വല്ലാതെ സ്നേഹിച്ചു. അങ്ങനെ അയാൾക്ക് ഭ്രാന്തായി, അയാൾക്ക് ലൈലല്ലാത്ത ഒന്നുമില്ല. അങ്ങനെ പിന്നീട് ചരിത്രത്തിൽ ഇയാൾ ഭയങ്കര കവിയാണ്. ലോകം കണ്ട ഇന്നും അറബി ഭാഷ ഒക്കെ പഠിക്കുന്നവർ കോളേജുകളിൽ MA-ക്കും BA-ക്കും PhD ഒക്കെ ചെയ്യണമെങ്കിൽ ലൈല മജ്നൂന്റെ വരികളിലൂടെ കടന്നു പോകാതെ പറ്റൂല. അത്രയും സാഹിത്യ സമ്പുഷ്ടമായ വരികളാണ് ഈ മജ്നൂൻ്റേത്. അപ്പോൾ മജ്നൂൻ ലൈലയെ സ്നേഹിച്ച് വല്ലാതെ സ്നേഹിച്ച് പിന്നെ അയാളുടെ ചരിത്രത്തിൽ അയാൾ മജ്നൂൻ എന്ന് വിളിക്കാറുണ്ട്. ഇമ്രുൽ ഖൈസ് എന്നൊക്കെയുള്ള പേര് പോയി, പിന്നെ അയാൾ മജ്നൂനായി. നമ്മുടെ കുമാരനാശാൻ ലീല എന്നിട്ടൊരു കവിത ഉണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലീല, അത് ഇതിൻ്റെ കോപ്പിയാണ്. ലീല മദനൻ എന്നിട്ട് അതിലും ലീലയും മദനനുമാണ് കഥാപാത്രങ്ങൾ. യഥാർത്ഥത്തിൽ ലൈലയും മജ്നൂനാണ്. ഓക്കെ, എന്തായാലും അങ്ങനെ ഈ മജ്നൂനിന് പിന്നെ ലൈലല്ലാത്ത ഒന്നുമില്ല. മജ്നൂൻ എന്ത് കണ്ടാലും ലൈലയാണ്, ആരെ കണ്ടാലും മജ്നൂനിൽ ലൈലയാണ് എന്ന പോലെ അങ്ങനത്തെ ഒരവസ്ഥ ഒരു മനുഷ്യന് വന്നു. അപ്പോൾ സൂഫികളുടെ കഥയിൽ മജ്നൂൻ എന്ന് ഉദ്ദേശിക്കുന്നത് അടിമയാണ്. നമ്മളൊക്കെ മജ്നൂനുകളാണ്, അല്ലാണ്ട് ഭ്രാന്ത് എന്നുള്ള അർത്ഥമല്ല അത്. ലൈല ഉദ്ദേശിക്കുന്നത് അവരെ സൂഫികളുടെ ഭാഷയിൽ അള്ളാഹുവാണ്. അപ്പോൾ ഞാൻ ഈ ഭ്രാന്തായാലെന്ന് പറഞ്ഞാൽ ഞാനൊരു മജ്നൂൻ്റെ അവസ്ഥയിലേക്ക് എത്തിയാൽ എനിക്ക് അല്ലല്ലാത്ത ഒന്നുമില്ല. അതാണ് ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. അപ്പോൾ മരിക്കുക എന്നുള്ളത് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ചിലർ ഹദീസൊക്കെ ഓതിയിട്ട് മരിക്കൽ എന്ത് രസം, മരണത്തിന് ഭയങ്കര വേദനയല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോഴേ പ്രസവത്തിന് വേദനയല്ലേ? പ്രസവത്തിന് നല്ല വേദന ഉണ്ട്, എന്നിട്ടും പെണ്ണുങ്ങൾ പിന്നെയും പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ? ആ പ്രസവിക്കുമ്പോൾ കിട്ടുന്ന വേറെ സുഖമുണ്ട് അവർക്ക്. ഒരു കുഞ്ഞിക്കാല് കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരണത്തിന് വേദന ഉണ്ടെങ്കിൽ പോലും ഞാൻ ചെല്ലുന്നത് എവിടേക്കാണ്? എൻ്റെ റബ്ബിലേക്കാണ്. ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയ ഈ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇതൊക്കെ വളരെ യാഥാർത്ഥ്യമല്ലേ? ഇവിടെ നമുക്ക് എന്തുള്ളത്? ഇത് ആകെ ഇരുട്ടുള്ള ഒരു വഴിയാണ്. എന്താ ഇരുട്ട്? കൂരിരുട്ടാണ്, നുൽമുകളാണ്, അക്രമങ്ങളാണ്, അനീതികളാണ്, ബിദഅത്തുകളാണ്, തോന്നിയാസങ്ങളാണ്. അങ്ങനെ കൂരിരുട്ടുള്ള വഴി. അപ്പോഴും നമ്മുടെ സമാധാനം എന്തുള്ളൂ? ഇളം തന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. അപ്പോഴും പറഞ്ഞിട്ടാണല്ലോ ലൈല, അള്ളാഹു പറഞ്ഞിട്ടാണല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അദ്ദേഹം ഈ പാട്ട് എഴുതിയാളെ കണ്ടിട്ടുമില്ല, എനിക്ക് അദ്ദേഹം പരിചയമില്ല, ഞാൻ അദ്ദേഹത്തിന് ഇത് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുമില്ല. പക്ഷെ എനിക്കത് കേട്ടപ്പോൾ അത് മനസ്സിലായി.
ഇളം തന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം. അപ്പോഴും പടച്ചോൻ പറഞ്ഞെന്താ, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്നിലേക്ക് നീ ഈ വഴി തന്നെ താണ്ടി വരണം. ഈ അക്രമങ്ങളും അനീതിയും എല്ലാം ഒളിച്ചോടാൻ പറ്റൂല, ഈ ഇസ്ലാമിൻ്റെ വഴിയിലൂടെ തന്നെ വരണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇതിനേക്കാൾ മനോഹരമായ വരിയാണ് പിന്നെ അടുത്ത വരി. അത് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല ഔലിയാക്കൾ എന്ന് പറയുന്നത്, ഔലിയ എന്ന് പറയുന്നവർ ഉള്ളവരാണ്. അത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ആരാണ് ഔലിയാക്കന്മാർ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഈമാനും തഖ്വയുമുള്ളവരാണ് ഔലിയാക്കന്മാർ. ഇന്നാണ് ഔലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പട്ടം കൊടുക്കാനൊന്നും പറ്റൂല. പടച്ചോൻക്കേ അറിയുള്ളൂ അവർ ആരാണെന്നുള്ളത്. അവർ അള്ളാഹുവിനോടൊരു കാര്യം പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കന്മാരുണ്ടാകാം, അള്ളാഹു ആലം. പട്ടം കൊടുത്തിട്ടുണ്ടാക്കേണ്ട ഒന്നല്ല. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അവർ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഔലിയാക്കന്മാർ. അവരെ കുരുത്തക്കേടും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലൊക്കെ വലിയ പ്രശ്നം. ഇത് പറയുമ്പോഴും ഇതിങ്ങനെ ഉണ്ടായിരിക്കെ തന്നെ ഔലിയ എന്നും പറഞ്ഞ് എന്തും ചെയ്യാം, കള്ളും കുടിക്കാം. നേരത്തെ പറഞ്ഞല്ലേ, ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ഒരു ഔലിയ, അവരിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതം കണ്ട അത് വലിയ കറാമത്തായി കാണുന്നതാണ്. അള്ളാഹുവിൻ്റെ പിന്നെ ഔലിയാക്കൾ, നല്ല മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധം അത് നമുക്ക് വേണം. യഥാർത്ഥത്തിൽ അവരാരും ഒരു കറാഹത്ത് പോലും ചെയ്യാൻ മടിക്കുന്ന ആളുകളാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വഫാത്തിൻ്റെ നേരം വരെ, തൊട്ട് മുമ്പുള്ള വക്ത് വരെ അള്ളാഹിൻ്റെ റസൂല് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാത്ത ഒരു വലിയനും ഇസ്ലാമിൽ സ്ഥാനമില്ല. വ്യക്തമാണ്, നിസ്കരിക്കാത്ത ഒരാൾ. ഇനി അയാൾ അള്ളാഹുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അയാളും പടച്ചോനും തമ്മിലായിക്കോട്ടെ, നമുക്ക് അയാളെ അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ അയാളെ കുറ്റം പറയാനും പോകണ്ട. ഭ്രാന്തായിട്ടൊക്കെ പലർക്കും നടക്കാം. നേരത്തെ പറഞ്ഞ ഭ്രാന്തല്ല, ഒറിജിനൽ ഭ്രാന്തായിട്ട് പലർക്കും നടക്കാം. അപ്പോൾ ഈ മഹാന്മാർ ജീവിക്കുകയും അവരെ ശേഷം അവർ വിട പറഞ്ഞാൽ പിന്നെ അവരുടെ പേരിൽ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ മടവൂര് ഷേഖ്, എനിക്കറിയില്ല അദ്ദേഹം ആരാണെന്ന്. എന്തായാലും ഈ മരിച്ചിട്ട് 10-40 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം മരിച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പോരിശങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയത്. ഇപ്പോൾ അവസാനം ഇറങ്ങിയ പാട്ടിൽ എന്താ പറഞ്ഞ്, 313 ബദിരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. എവിടെ എത്തി നോക്ക്, 313 ബദിരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ ആളുകൾ പാടുക. അതുപോലെയാണ് മൊഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ പാടിയത്. വല്ലാതിശയീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം നൽകും ഞാനെന്നോവർ. നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ഞാൻ തരും, വിളിച്ചു വായ പൂട്ടുമ്പോഴേക്ക് ഉത്തരം ഞാൻ തരും എന്ന് മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അക്ഷരം കൊണ്ട് പോലും കാണിക്കാൻ കഴിയില്ല. പിൽക്കാലത്ത് വന്ന ആളുകൾ അവരിൽ പിശാച് കയറുന്നു. അവരുണ്ടാക്കിയതായി ഈ ബൈത്തുകളൊക്കെ. എന്നിട്ട് അത് വളരെ പോരിശയോടുകൂടി ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. എന്നിട്ട് മരങ്ങനെ പാടും നഫീസത്ത് മാല. നഫീസത്തുൽ മിസ്രിയെ കുറിച്ച് പഠിച്ചാൽ ഇസ്ലാമിന് വലിയ സംഭാവന ചെയ്ത ഒരു മഹദിയാണ് നഫീസത്തുൽ മിസ്രി. പക്ഷെ പിന്നീട് അവരെ പേരിൽ പാടുന്നത് വളരെ മോശപ്പെട്ട വരികളാണ്. ഈ തുടക്കം ഞാനീ പാടിയതല്ല കേട്ടോ, അതിൻ്റെ അർത്ഥം അത് തുടക്കം മാത്രമാണ്. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുക, അവരോട് ദുആ ചെയ്യുക, അത് ഒരു വശം. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ വസീല എന്നുള്ള അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന അമലുകൾ, അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന സംസാരങ്ങൾ, അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന മഹാന്മാർ, അവരുമായിട്ടുള്ള ബന്ധം, എന്താ പറയുക, അവരുടെ ചില വാക്കുകൾ നമ്മൾ വല്ലാതെ ഈമാനികമായൊക്കെ ഉയർത്തിക്കളയും. സമയം വൈകിപ്പോയി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ശരിയും തെറ്റും, ഫുർഖാൻ്റെ മാസമാണല്ലോ ഇത്, ഖുർആൻ്റെ മാസമല്ലേ, ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഹക്കിനെ ഹക്കായി ഉൾക്കൊണ്ടും ബാത്തിലിനെ ബാത്തിലായി മാറ്റി നിർത്താനുമുള്ള ഫുർഖാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ പിന്നെ വെറുതെ പറഞ്ഞതല്ല, എൻ്റെ ഒരു വ്യക്തമായ ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദറിന് സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ചോളിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് തരുമാറാകട്ടെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم الحمد لله رب العالمين.